ചാലൊക്കെ നാളെ തന്നെ പിന്നെ അങ്ങോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്താല് പിന്നെ പൈപ്പ് വരുമ്പോഴത്തേനും നമുക്ക് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അത് അതിന് പൈപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. ഹൗസ് കണക്ഷൻ ആണ് എല്ലാവർക്കും അല്ലേ? അപ്പൊ എല്ലാവർക്കും ഹൗസ് കണക്ഷനാണ് തരുന്നത്. ഹൗസ് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്നറിയാം, മാസം മാസം ബില്ലടയ്ക്കണം. അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ടല്ലേ വരുന്നത്. അപ്പം കറണ്ട് ബില്ലടയ്ക്കണ്ടേ? അപ്പൊ എല്ലാരും കൂടി ആകുമ്പോൾ 100 പേര് 110 ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ചെറിയ പൈസ ആവത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പൈസ എല്ലാ മാസവും അടയ്ക്കണം. ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ കറണ്ടിന്റെ സൂര്യ എന്നൊക്കെ പറഞ്ഞു കേട്ട് ആരതൊക്കെ. അപ്പൊ നമ്മളത് ചെറിയ പൈസ അടയ്ക്കണ്ടേ? മിനിമം ചാർജ് കൊടുക്കണ്ടേ? അതൊന്നും അടയ്ക്കാത്ത ആരും. അപ്പൊ അത് നമ്മൾ ഒന്നും കൂടി പുനഃസ്ഥാപിക്കും. ആൾക്കാരെ താമസിക്കുന്ന പറഞ്ഞാൽ പുനഃസ്ഥാപിക്കും. എല്ലാവരും കൃത്യമായിട്ട് കറണ്ട് ചാർജ് അടയ്ക്കണം, വെള്ളം ഇത് അടയ്ക്കണം. അപ്പൊ റോഡും വെള്ളത്തിന്റെ കാര്യം നമ്മൾ ഉറപ്പുവരുത്തരും കേട്ടോ. പിന്നെ 110 കുടുംബങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും തൊഴിൽ വേണമെന്നാണ് ഇവർ പറയുന്നത്, സ്ത്രീകൾക്കൊരു തൊഴിൽ. അപ്പൊ അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കട്ടെ. നിങ്ങൾക്ക് എന്ത് തൊഴിലൊക്കെയാ വേണ്ടത് ഇവിടെ? അവിടുന്നൊക്കെ വന്നവരാണ്. അപ്പൊ ഞാനിവിടെ പോക്കുണ്ടേ, ദൂരമൊന്നും നോക്കുന്നില്ല, പോകുന്നുണ്ട്. കൃഷി പഠിപ്പിക്കാൻ തൊഴിലൊക്കെ കൊടുത്താലേ പരിശീലനം കൊടുത്തിട്ട് തൊഴിൽ പരിശീലനം സംഘടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്തിലെങ്കിലും നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് തന്നിട്ട് അത് വെച്ചിട്ടുള്ള ഒരു തൊഴിൽ ഇത് എന്തെങ്കിലും സാധ്യതകളുണ്ടോ നോക്കാം. ഒരു സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ നമുക്ക് കുറെ കുടുംബങ്ങളുണ്ടല്ലോ, അത് നമുക്ക് എവിടെ സംഘടിപ്പിക്കാൻ നോക്കാം. പിന്നെ ഇതില് തുറസായി കിടക്കാണല്ലോ സ്ഥലം. അപ്പൊ വീട് വിട്ടിട്ട് കുറച്ച് കൃഷിയോ വാഴയോ പച്ചക്കറി എല്ലാം വെച്ച് പന്നി കാരണം പന്നീന്റെ ശല്യം കൊണ്ട് എല്ലാം പോവാണ്. നമുക്ക് ചേനയൊക്കെ നട്ട ചോടടക്കം പറിച്ചിട്ട് പോയി. പിന്നെ കാറ്റ് കടിക്കാതിരിക്കാനേ, വീട്ടിലേക്ക് നേരിട്ട് കാറ്റടിക്കാതിരിക്കാൻ ചുറ്റോടും മരങ്ങളും ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ റോഡിന്റെയും വെള്ളത്തിന്റെയും നമ്മൾ വേഗം തന്നെ ശരിയാക്കി തരാം. അതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തൊഴിൽ കിട്ടുന്ന കാര്യം ഞങ്ങൾ പരിശോധിച്ച് വരെ ചെയ്യുക. ആണുങ്ങൾ പിന്നെ എവിടെയെങ്കിലും ദൂരമൊക്കെ പോയി പണിയെടുത്തോളുമല്ലോ അല്ല. അപ്പൊ തൊഴിൽ സംഘടിപ്പിച്ച തൊഴിൽ ചെയ്യണം. ഈ തയ്യൽ പണിയൊക്കെ അറിയാലോ. ഇപ്പഴത്തെ വീട് ആരും താമസക്കാരില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ എന്തെങ്കിലും തീരുമാനമാക്കാം. പറയുന്നു ഇത്ര നല്ല സ്ഥലം തന്നിട്ട് എന്ത് രക്ഷപ്പെടാത്തത്? അല്ല, ഇത്ര നല്ല സ്ഥലം, നല്ല നല്ല മണ്ണാണല്ലേ? വെള്ളം തൊട്ടടുത്തുണ്ട്. അപ്പൊ എല്ലാ വെള്ളത്തിന്റെ നടുക്കിലാണ് താമസം, പക്ഷെ കുടിക്കാനുള്ള വെള്ളമില്ല. ആദ്യം നമ്മൾ കുഴൽക്കിണർ കുഴിച്ചല്ലോ. അപ്പൊ അതില് വെള്ളം കിട്ടാതെ വന്നുകൊണ്ടാണ് താമസിച്ചത്. വെള്ളവും വൈദ്യുതി അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴൽക്കിണർ കുഴിച്ചപ്പോ 2 കുഴൽക്കിണർ കുഴിച്ചു, പക്ഷെ നമുക്ക് അതിൽ വെള്ളം ലഭിച്ചില്ല. അതുകൊണ്ടാണ് അത് പിന്നെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ കിണർ കുത്തിയിട്ട് പമ്പ് ചെയ്യുന്നത് കേട്ടോ. അത് വേഗം ചെയ്യാം. ഈ താമസക്കാർ വരുന്നില്ലെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർ കൊടുക്കൂ, ഓള് പറഞ്ഞ പോലെ. കിട്ടുമല്ലോ, കാടും കയറി കിടക്കില്ലല്ലോ, ഭയങ്കര കാടല്ല. അതിന്റെ ഉള്ളിൽ കൂടെയാണ് പന്നിയൊക്കെ ഇങ്ങനെ വരുന്നത്. ഈ പന്നിയുടെ അതുപോലെ ഈ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഫെൻസിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവലംബിച്ചൂടെ? അല്ല, അതൊക്കെ നമുക്ക് ഇപ്പം അതൊക്കെ ഭാവിയിൽ ആലോചിക്കുന്ന കാര്യമാണെന്ന്. ഇപ്പൊ അല്ല, നമ്മളിപ്പോ അർജന്റായിട്ടുള്ള ഈ കാര്യങ്ങൾ പരിശോധിക്കാം. ബാക്കി ഒക്കെ പിന്നീട് എന്താ പറയാ, ഒരു ഫെൻസിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നല്ല സ്ഥലമാണ്. ഇതല്ല, ഈ തൈലപ്പുല്ലാണിത്. ഇതൊക്കെ വെട്ടിക്കളയണം. അതൊക്കെ വെട്ടിയിട്ട് ഇതിങ്ങനെ വന്നോണ്ടിരിക്കും. അവിടെയാണ് കൂടുതലും ഈ സൈഡ് ഭാഗം. അപ്പൊ ഓക്കെ, അപ്പൊ ഞാനത് കാണാൻ വേണ്ടി വന്നാണ്. അപ്പൊ ഇവിടെ മറ്റുള്ളവർക്ക് താമസിക്കാനൊന്നും കൊടുക്കുന്നില്ല, നിങ്ങൾ തന്നെ താമസിക്കണം കേട്ടോ. പിന്നെ രാത്രിയിൽ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വഴിവിളക്ക് എന്തെങ്കിലും വെക്കാനുള്ള എന്തെങ്കിലും നടപടി അതൊന്നും നമുക്ക് മറ്റേ രാത്രി എല്ലാവരും 10 മണി 11 മണി ആ സമയത്തൊക്കെ വരുന്നവരുണ്ട്. പണി കഴിഞ്ഞ് ദൂരെയുള്ളവരൊക്കെ പണി കഴിഞ്ഞ് വരുന്നവർക്ക് ആ സമയത്താണ് വരുന്നത്. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സ്ഥലം കൂടെ കോമൺ പർപ്പസിന് വേണമെന്നുള്ള രീതിയിലാണ് അന്ന് ആവശ്യപ്പെട്ടിരുന്നത്. 110 കുടുംബമാകുമ്പോ 154 കുടുംബം 154 കുടുംബമാകുമ്പോ ആ ഫാമിലിന്റെ എണ്ണം വെച്ച് പറയുമ്പോൾ തന്നെ
500 അംഗങ്ങളായി. അപ്പൊ അവരുടെ ഫംഗ്ഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു സാംസ്കാരിക നിലയോ ഹാളോ അംഗനവാടിയൊക്കെ വേണ്ടി വരും ഇവിടെ. ഇതൊക്കെ വേണ്ടി വരും. പൊതുമശാനം. പൊതുമശാനത്തിന്റെ സ്ഥലമുണ്ടോ? ഇല്ലേ? ഇല്ല. നിങ്ങളെല്ലാരും പിന്നെ ഒറ്റ മശാനായിട്ട് ഉപയോഗിക്കുവോ? ഒറ്റ ജാതിക്കാരില്ലേ? അല്ലേ? ഒരു മശാനം വേണം. അതില്ല ഇവിടെ. അതൊരു വിഷയമാണ്. ഇതിപ്പോ മേലൊരു വീട്ടിലൊരു അമ്മ മരിച്ചിട്ട് അത് ആദ്യം താമസിച്ച എവിടെയാണ് ഇപ്പൊ കൊണ്ടുപോയി അടക്കം ചെയ്തിരിക്കുന്നത്. ആ കാര്യമ്പാടി അടുത്തടുത്ത് വീടുള്ളതുകൊണ്ട് ആരും വീടിന്റെ സൈഡ് ഇങ്ങനെ അടക്കം ചെയ്യാൻ സമ്മതിക്കൂല. അപ്പൊ എന്തായാലും ഒരു ശ്മശാനം വേണം. മശാനത്തിന്റെ കാര്യം കൂടി നമ്മള് ഈ കൂട്ടത്തിൽ നോക്കാം. മശാനവും ഒരു സാംസ്കാരിക നിലയോ ഒരു അംഗൻവാടിയോ ആ കാര്യങ്ങൾ കൂടി ആലോചിക്കാം കേട്ടോ. സൈഡ് പകുതിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ആൾതാമസം ഇല്ലാത്ത വീട് മാത്രം ആ സൈഡൊക്കെ വൃത്തിയാക്കാം. റേഷൻ മുക്കിൽ പീടിയ ഈ കൈവശ രേഖകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാ ഇപ്പോ ഇവിടെ നിങ്ങൾക്ക് എന്താണ് രേഖ? ആകെ ആ ഭൂമിന്റെ കൈവശ രേഖ മാത്രമേ ഉള്ളൂ. വേറൊരു ഇതുമില്ല. പിന്നെ അത് മതി. പക്ഷെ പഞ്ചായത്തിൽ പോകുമ്പോ മുട്ടിൽ പഞ്ചായത്തിൽ പോകുമ്പോ അവിടുത്തെ പറയും ഇങ്ങോട്ട് ഇവിടെ അല്ലേ ഇപ്പൊ നിങ്ങൾ താമസം, ഇവിടെ പഞ്ചായത്തിൽ പോകണം. പക്ഷെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. മുട്ടിൽ പഞ്ചായത്തിലൊന്നും കിട്ടിയില്ല, വീട് നമ്പർ കിട്ടില്ല. ഇവിടെ രജിസ്റ്റർ ചെയ്താലേ വീട് നമ്പർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് ഇവരെ ഈ പഞ്ചായത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നേരത്തെ മേപ്പാടി പഞ്ചായത്തിലായിരുന്നല്ലോ അവര്. അപ്പൊ ഇനി ഈ സ്ഥലം കിടക്കുന്ന മേപ്പാടി പഞ്ചായത്തിലാണ്. അപ്പൊ ഈ പഞ്ചായത്തിലേക്ക് മുഴുവൻ ആൾക്കാരെയും ഹൗസിംഗ് നമ്പർ ഇനി ഈ പഞ്ചായത്തിനാണ് കൊടുക്കേണ്ടത്. മേപ്പാടി പഞ്ചായത്തിനാണ് തരേണ്ടത് അല്ലേ? അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പൊ ഈ കറണ്ട് കണക്ഷൻ തന്നെ ഏത് നമ്പർ വെച്ച് തന്നേരം? ഹൗസിംഗ് നമ്പർ വേണം. ഇപ്പൊ റേഷൻ കാർഡൊക്കെ പഴയ മുട്ടിൽ പഞ്ചായത്തുള്ളത്, ഇവിടേക്ക് മാറ്റണം എല്ലാ രേഖകളും. പിന്നെ പിന്നെ തൊഴിലുറപ്പിന് പോകണമെങ്കിൽ ഇവിടുത്തെ രേഖകളാണ് വേണ്ടതെന്ന് പറയുന്നത്. റേഷൻ കാർഡ് മാറ്റണം, ഇവിടെ തൊഴിൽ കാർഡ്, അതൊക്കെ വിഷയം തന്നെ. റേഷൻ കാർഡ് മാറ്റണം, തൊഴിൽ കാർഡ്, ആധാർ പിന്നെ അത് മതിയാവും. ആധാർ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലാണല്ലോ. അഡ്രസ് ചേഞ്ച് ചെയ്യണം. അപ്പൊ റേഷൻ കാർഡ് മാറ്റണം. ഇനി പുതുക്കണമെങ്കിൽ അഡ്രസ് മാറ്റണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത്. ഇതൊക്കെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാ. അപ്പോ നിങ്ങൾക്ക് വീട് കിട്ടിയില്ല? ബാക്കി ആവശ്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാ. വീട് മാത്രമേ ഉള്ളൂ ശരിക്കും. ബാക്കിയെല്ലാം വെള്ളം വേണം, പിന്നെ ഞങ്ങൾക്ക് വഴിവിളക്ക്, പിന്നെ അതുപോലെ എല്ലാ സാധനത്തിനും ആവശ്യം തന്നെയാണ്. വീട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് തീരെ പറ്റാത്തവരൊക്കെ ഉണ്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. താഴെ ഇറങ്ങിയിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് 2 വർഷമായി. അവിടെ പോയിട്ട് നേരെ മെയിൻ റോഡ് പോണം. 2 വർഷമായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നത്. കുറെ കഷ്ടപ്പെട്ടിട്ട് താമസിക്കുന്നത്. ഫ്ലോട്ടിംഗ് പമ്പ് ഹൗസാണ്. പമ്പ് ഹൗസ് അവിടെ കെട്ടിട്ട് എടുക്കുന്നത്. കിണറിന് സമയമില്ല. അക്കാഴപ്പുഴ ഡാമിന്റെ ഫിൽറ്ററും കൂടെ കൊടുക്കണം. ഫിൽറ്ററുണ്ട് അത് ചെയ്യിപ്പിക്കാം. ഡാമിൽ നിന്ന് വെള്ളം നേരിട്ടടിക്കുമ്പോൾ വെച്ചാൽ ഫിൽട്രേഷൻ നിർബന്ധമായിട്ട് വേണം, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവും. അപ്പൊ പിന്നെ കിണർ കുത്തേണ്ട പണിയില്ലല്ലോ. അപ്പൊ കിണർ കുത്തേണ്ട കാര്യമില്ല. അപ്പൊ പണി കുറഞ്ഞ്. അപ്പൊ നേരെ ഡാമിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഫിൽട്രേഷനിലേക്ക് കാറിൽ കൂടി കടത്തി വിട്ട് നേരിട്ട് ടാങ്കിലേക്ക് വിട്ടാൽ മതി. അപ്പൊ പിന്നെ വേഗം തീരും. അപ്പൊ പണി നാളെ തന്നെ തുടങ്ങി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഹൗസ് നമ്പർ തരാം, വീട്ടിൽ നമ്പർ എല്ലാവർക്കും തരും. പിന്നെ നിങ്ങളുടെ അഡ്രസ്സൊക്കെ അപ്പുറത്തുനിന്ന് മുട്ടിൽ പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്തിലേക്ക് മാറ്റി തരും. പിന്നെ അവിടെ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. ആ സ്ഥലത്ത് മശാനത്തിന് കുറച്ച് സ്ഥലം നമുക്ക് തിരിച്ചിടണം. ബാക്കി സ്ഥലം നമുക്ക് സാംസ്കാരിക നിലയോ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് എടുക്കാം. ഈ ആധാറിന്റെ അഡ്രസ്സ് നമുക്ക് ഇങ്ങോട്ട് മാറ്റേണ്ട കാര്യമുണ്ട്.
റേഷൻ കാർഡിന്റെ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ പടിപടിയായിട്ട് എല്ലാം കൂടി ചേഞ്ച് ചെയ്യാൻ തന്നെ ആക്കി തരാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. വെള്ളം അങ്ങനെ പ്യൂരിഫൈ ചെയ്തിട്ടാണോ? ഇതൊരു ഫ്ലോട്ടിംഗ് മോട്ടറാണ്. വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ വെക്കുന്ന ആ മോട്ടറിൽ പമ്പ് ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട്. അപ്പൊ പിന്നെ വെള്ളം ഒരിക്കലും പറ്റില്ലല്ലോ, കിണർ കുത്തി വെള്ളം പറ്റുന്ന പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ആ വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ചാണ് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എല്ലാ മാസവും അതൊക്കെ ചെയ്യാം. വെള്ളം കിട്ടിയാൽ മതി, എങ്ങനെങ്കിലും ബില്ലൊക്കെ എങ്ങനെയൊക്കെ അടയ്ക്കാം. പൈസ അടയ്ക്കുന്ന വെള്ളത്തിന്